പ്രിയ സുഹൃത്തുക്കളെ, ഈ 4 വ്യക്തികളുണ്ട നമ്മുടെ കേരളത്തിലെ ഏറ്റവും മഹത്തായ 4 വ്യക്തികളാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ 4 വ്യക്തികളാണ് സോഷ്യൽ മീഡിയയിലെ സംഘപരിവാറെ നിയന്ത്രിക്കുന്നത് വേണമെങ്കിൽ പറയാം. ഇവരെന്താണ് പറയുന്നത് അതാണ് സംഘപരിവാർ. ഇവർ പറയുന്ന രീതിയിലേക്ക് അവർ നീങ്ങിയിരിക്കും. അതാണ് ഇതിൻ്റെ കാര്യം. അത് എന്താണ് ഇവർക്കുള്ള കഴിവ് എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. അപാര കഴിവ് തന്നെ. എന്തായാലും ജനങ്ങളെ പല രീതിയിലും സോഷ്യൽ മീഡിയയിൽ നിന്നിട്ട് ബോധവൽക്കരണം ചെയ്ത് ഏറ്റവും നല്ല രീതി മനുഷ്യൻ്റെ മനസ്സിൽ വർഗീയതയൊന്നും ഇല്ലാതെ കാഴ്ചകളാണ് വെച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഇതിഹാസങ്ങൾ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെക്കുറിച്ച് പറയാൻ വാക്കുകളില്ല. ഇവരെക്കൊണ്ട് എങ്ങനെ കഴിഞ്ഞു മുസ്ലിങ്ങളുടെ വിരുദ്ധമായിട്ടുള്ള ഒരു സംഘടനയെ വളരെ കൂളായിട്ട് മുസ്ലിങ്ങളായ ഈ 4 ഇതിഹാസങ്ങൾ കൺട്രോളിൽ തന്നെ വെക്കുക. ചെറിയ കളിയൊന്നുമില്ല കേട്ടാ, ഇത് വേറെ റേഞ്ച് കളിയാണ്. ഇവരുടെ കളി എന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്മതിച്ചു. എന്തായാലും ഇവർ പറയുന്ന പോലെ ഇവർ മുസ്ലിങ്ങളാണല്ലോ. എക്സ്പയർ മുസ്ലിം ആയാലും ശരി ഇല്ലെങ്കിലും ശരി ഇവർ ജന്മം കൊണ്ട് മുസ്ലിങ്ങളാണല്ലോ. അപ്പോൾ ഈ മുസ്ലിങ്ങൾ തന്നെയാണ് ഈ വർഗീയതയുള്ള ആളുകളെ കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ളത് വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ്. പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ മുസ്ലിങ്ങൾക്ക് അഭിമാനിക്കാം. കാരണം ചെയ്യാം, മുസ്ലിങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ കൈക്കള നീക്കിയ അതേ ആളുകൾ തന്നെ ഇവരെ കൺട്രോൾ ചെയ്യാനിപ്പോൾ പല കാര്യത്തിലും. അതിൽ ഞാൻ സമ്മതിച്ചിട്ടാ ഇവർ 4 പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊരു വീഡിയോ ചെയ്തിട്ട് പറയാണ് ഇന്ന് മഴ വരുന്നു, കേരളത്തിൽ ഇന്ന് മൊത്തം മഴയാണെന്ന് പറഞ്ഞാൽ യെസ് മഴയാണ്, നിങ്ങൾ പറഞ്ഞത് കറക്റ്റാണ്, മഴ വന്നുകൊണ്ടിരിക്കുന്നത്. കടുത്ത വെയിലിൽ പോലും ഇവരതന്നെ പറയും. അതാണ് ഇവരുടെ കഴിവ് എന്ന് പറഞ്ഞത്. ഇന്നിപ്പോൾ വെയിലടിക്കുകയാണ്, നല്ല മഴയായിരിക്കും, പക്ഷെ വെയിലടിക്കുകയാണെന്ന് പറഞ്ഞാൽ വെയിൽ തന്നെ. അതിന് ഞാൻ ഇവരെ സമ്മതിച്ച് പ്രസ്തുതകളെ എങ്ങനെ ഇവർക്ക് ഇതിന് കഴിഞ്ഞു എന്നുള്ളതാണ്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ തീവ്രവാദവും അതും ഇതൊക്കെ കൂടെ ഇങ്ങനെ കയറ്റുമ്പോൾ ദേശസ്നേഹിയായ ആളുകൾക്ക് അതങ്ങോട്ട് എന്താ പറയുക രോമാഞ്ചം അങ്ങനെ എണീക്കും. തീവ്രവാദികളെ കൂടെ ഇടയിൽ കയറ്റുമല്ല അങ്ങനെ. പിന്നെ അതിൻ്റെ ഒപ്പം മുസ്ലിങ്ങളുടെ പേരും കൂടെ പറയും. അപ്പോഴും ഒന്നും കൂടെ അങ്ങോട്ട് എന്താ പറയുക മനസ്സിനങ്ങനെ കുളിർമ വരും. ഇങ്ങനെയൊക്കെയാണ് ഇവരുടെ കാര്യങ്ങൾ യഥാർത്ഥത്തിൽ. എന്തായാലും നമുക്കൊരു കാര്യം ഉറപ്പാണ്, മുസ്ലിങ്ങൾ തന്നെയാണ് ഈ വർഗീയതകളെ കൺട്രോൾ ചെയ്തത് ഈ 4 വ്യക്തികളിലൂടെ. എന്തായാലും എന്ന് വേണമെങ്കിലും മാറി ചിന്തിക്കാം. അല്ല ഇവർ ഇപ്പോൾ പോയിരിക്കുകയാണല്ലോ, മനസ്സിലായ? നമ്മൾ ഏത് സംഘടനകളിൽ പോയാലും അപ്പം നല്ല രീതിക്കൊക്കെ ഉണ്ടാവും. കുറച്ച് ദിവസം കഴിഞ്ഞാൽ പിന്നെ അവരുടെ ക്യാരക്ടർ കാണിക്കും. അപ്പം എന്തായാലും ഈ 4 വ്യക്തികൾ അവരുടേതായിട്ടുള്ള ക്യാരക്ടർ കാണിക്കും. നമ്മൾ വെയിറ്റ് ചെയ്യുക, അതെയാ. അപ്പോൾ ഈ പൂച്ചയെടുത്ത് പുറത്തിരുന്ന പോലെ ചിലപ്പോൾ എടുത്ത് തൂക്കി തെറ്റിടും, പറയാൻ പറ്റൂല. ഇനി അങ്ങോട്ടാണോ പണി കിട്ടുന്നത് ഇങ്ങോട്ടാണോ പണി കിട്ടുന്നതെന്ന് പറയാൻ കഴിയില്ല. എന്തായാലും പണി ഉറപ്പാണ്, അതിലൊരു മാറ്റമൊന്നുമില്ല. ആരെങ്കിലും ഒരാൾ കാര്യവാരി ഒരു അടി അടിക്കും, ആരെങ്കിലും ഒരാൾ, അത് ഉറപ്പ്. എന്തായാലും പ്രിയ സുഹൃത്തുക്കളെ, ഈ ഇതിഹാസങ്ങളെക്കുറിച്ച് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമൻറ്റിൽ പറയുക. ഇതുപോലെ 4 വ്യക്തികൾ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ ഉണ്ടായത് നമ്മുടെ കേരളത്തിൻ്റെ ഒരു അഭിമാനമാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പം നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഇതൊരു അഭിമാനമാണോ അപമാനമാണോ എന്നുള്ളത് കമൻറ്റിൽ വളരെ കൃത്യമായിട്ട് നല്ല രീതിക്ക് മനസ്സിലാകുന്ന രീതിക്ക് ഒരു കമൻറ്റ് അടിച്ചിട്ട് പോവുക. പ്രിയ സുഹൃത്തുക്കളെ, മറക്കാതെ ഷെയർ ചെയ്യുക. ഈ ഇതിഹാസത്തെക്കുറിച്ച് എല്ലാവർക്കും അഭിപ്രായം ഉണ്ടാവുമല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കത് കേൾക്കാമല്ലോ. എന്തായാലും സുഹൃത്തുക്കളെ, നിങ്ങളുടെ കമൻറ്റുകൾ പോരട്ടെ.